കേരളത്തെ ആകെ നടുക്കിയ പാലക്കാട് നെന്മാറ ഇരട്ട കൊലപാതക കേസ് പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി മറ്റന്നാൾ ശിക്ഷ വിധിക്കും. പകയൊടുങ്ങാതെയായിരുന്നു കോടതി മുറിയിലും ചെന്താമരയുടെ പ്രതികരണം. വേണ്ടിവന്നാൽ ഇനിയുള്ളവരെയും കൊല്ലും, തടയാൻ നോക്കുന്നവർക്കും ഇതായിരിക്കും അനുഭവം എന്നും ചെന്താമര കോടതിയെ ഭീഷണിപ്പെടുത്തി. ചെന്താമരയെ ഭയമാണെന്നും അയാളെ തൂക്കിക്കൊല്ലണമെന്നും കൊല്ലപ്പെട്ട സുധാകരന്റെയും സജിതയുടെയും മക്കൾ പറഞ്ഞു. പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു മക്കളുടെ പ്രതികരണം. വേണ്ടി വന്നാൽ ഇനിയും കൊല്ലും, എഴുതാൻ പറ്റുന്നതെല്ലാം എഴുതിക്കോ. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതിനു ശേഷം എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ച കോടതിയോട് ഇതായിരുന്നു കൊടും കൊലയാളിയുടെ പ്രതികരണം. തീർന്നില്ല. ഒരു കവിളിൽ അടിച്ചാൽ മറ്റേ കവിളും കാണിച്ചു കൊടുക്കാൻ താൻ ഗാന്ധിജിയല്ല, തടയാൻ നോക്കുന്നവർക്കും ഇതുതന്നെയായിരിക്കും അനുഭവമെന്ന് കോടതിയെയും ചെന്താമര ഭീഷണിപ്പെടുത്തി. തൂക്കിക്കൊന്നോളൂ എന്നും കോടതി മുറിയിൽ പ്രതികരണം. നെന്മാറ പോത്തുണ്ട് സ്വദേശികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും 2025 ജനുവരി 27-നാണ് ചെന്താമര വെട്ടിക്കൊന്നത്. കുറ്റകൃത്യം നടന്ന് 1.5 വർഷമാകുമ്പോഴാണ് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധി. BNS 103(1), 126(2) വകുപ്പുകൾ ചെന്താമരയ്ക്കെതിരെ തെളിഞ്ഞു. സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ഇടക്കാല ജാമ്യത്തിലിറങ്ങിയാണ് ചെന്താമര ഇരട്ടക്കൊലപാതകം നടത്തിയത്. വിധി കേട്ടതിനു ശേഷം പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുധാകരന്റെയും സജിതയുടെയും മക്കളുടെ പ്രതികരണം. പ്രതിക്ക് തൂക്കുകയർ കൊടുക്കണം. തൂക്കുകയർ തന്നെ കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അയാളെ നല്ലപോലെ വേദനിച്ച് തന്നെ ഞങ്ങൾക്കും ഞങ്ങളുടെ അച്ഛനും എല്ലാവരും പോയി. അയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ അയാൾക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത്. കോടതിയിൽ ചെന്താമര പറയുന്നത് കേട്ട് ഭയം തോന്നിയെന്ന് മക്കളെ നോക്കുന്ന സജിതയുടെ സഹോദരി. അയാൾക്കൊന്നിനെയും പേടിയില്ല, അനാഥരായ മക്കൾക്ക് ജോലി നൽകണം. എൻ്റെ മക്കൾക്ക് അമ്മയും അച്ഛനും ഇല്ലാണ്ടാക്കിയതാണ് ചെന്താമര. അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് ഗവൺമെൻറ് ജോലി കിട്ടുന്നു ഞങ്ങൾ പ്രതീക്ഷിക്കും. അവനെ പോലുള്ള ചെന്താമരയുള്ള രൂപം കാണുമ്പോഴേ കുട്ടികൾക്കൊന്നും പേടിയാണ്, രാത്രി മൊത്തം പേടിയാണ്. സ്കൂട്ടറിൽ വീട്ടിൽ നിന്നിറങ്ങിയ സുധാകരനെ ചെന്താമര തടഞ്ഞു നിർത്തി വെട്ടിക്കൊല്ലുകയായിരുന്നു. നിലവിളി കേട്ട് ഓടിയെത്തിയ അമ്മ ലക്ഷ്മിയെയും വഴിയിലിട്ട് വെട്ടി. ഗുരുതരമായി പരിക്കേറ്റ ലക്ഷ്മി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ശേഷം ഒളിവിൽ പോയ ചെന്താമരയെ 2 ദിവസത്തിന് ശേഷം പോത്തുണ്ടി മാട്ടായി വനമേഖലയിൽ നിന്നാണ് പിടികൂടിയത്. മാർച്ച് 25-ന് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. 132 സാക്ഷികളെ കോടതി വിസ്തരിച്ചു. ഇതിൽ 4 പേർ കൂറുമാറി. 30-ലധികം രേഖകളും ഫോറൻസിക് പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളും കോടതിക്ക് മുന്നിൽ വന്നു. കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പരമാവധി ശിക്ഷ കൊടുക്കാവുന്ന കുറ്റം ചെയ്തതായിട്ട് തെളിഞ്ഞതായിട്ട് കണ്ടു എന്ന് കോടതി പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. ആ ശിക്ഷയെക്കുറിച്ച് പരമാവധി ശിക്ഷ കൊടുക്കണോ വേണ്ടിയോ എന്നുള്ളത് ഇനിയുള്ള വാദത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഇത് അന്തിമ വിധിയല്ല. ഇനി അപ്പീൽ പോകും. അപ്പീൽ കോടതി തീരുമാനിക്കട്ടെ. ചെന്താമരയും ഭാര്യയും മക്കളും അകന്നു കഴിയുകയായിരുന്നു. കുടുംബത്തെ തനിക്കെതിരാക്കിയതിൽ സുധാകരനും കുടുംബത്തിനും പങ്കുണ്ടെന്ന് കരുതിയുള്ള പകയിലാണ് ചെന്താമര 2 തവണയായി 3 പേരെ കൊലപ്പെടുത്തിയത്. ന്യൂസ് മലയാളം, പാലക്കാട്.